നമസ്കാരം. നേപ്പാളിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷം. തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത്. 100-ൽ പരം വീടുകളും പാലങ്ങളുമാണ് തകർന്നിരിക്കുന്നത്. ഇതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാന റോഡ് മാർഗങ്ങളും തകർന്നു. കാഠ്മണ്ഡുവിലേക്കുള്ള റോഡുകളും പാലങ്ങളും തകർന്ന് വാഹനങ്ങളും ആളുകളും കുടുങ്ങുന്ന അവസ്ഥയും ഉണ്ടായിരിക്കുകയാണ്. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സയടക്കം അടിസ്ഥാന സൗകര്യങ്ങളും അടിയന്തര അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കണമെന്ന് നേപ്പാൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കുള്ള ദേശീയപാത മണ്ണിടിച്ചിൽ കാരണം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത്. ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന പച്ചക്കറിയും മറ്റ് ഇറക്കുമതികളും താൽക്കാലികമായി നിർത്തിവെച്ചതോടെ രാജ്യത്ത് വിലക്കയറ്റവും രൂക്ഷമായി. കാഠ്മണ്ഡുവിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും 20ഓളം ജലവൈദ്യുത പദ്ധതികൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കാരണം കാഠ്മണ്ഡുവിലെ വൈദ്യുതി വിതരണവും താറുമാറായി. കനത്ത പ്രളയം കാരണം ഒക്ടോബർ 1 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കിഴക്കൻ മധ്യ നേപ്പാളിലെ വലിയൊരു പ്രദേശം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കാഠ്മണ്ഡു കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ കുറഞ്ഞത് 30 പേരെയെങ്കിലും ഇതുവരെയും കാണാതായിട്ടുണ്ട്. തുടർച്ചയായ 3-ാം ദിവസവും നിർത്താതെ പെയ്യുന്ന മഴയാണ് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 200 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 30 പേരെയാണ് കാണാതായതും. 4500 പേരെ രക്ഷാപ്രവർത്തനത്തിലൂടെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. यहाँ सरसफा पनि हुँदैछ होइन. केराको बिजोग छ. 2-4 दिन केरा काठमाडौँको मान्छेले चाहिँ 4-5 दिन केरा नखानु हुन्छ. सबैले लाइभ सेयर गरिदिनु होइन. सबैलाई सेयर गरेर पुऱ्याइदिनु होला. काठमाडौँको मान्छेले 2-4 दिन केरा नखानु हुन्छ होइन. यही केरा चाहिँ धोएर होइन लगेर बेच्ने तयारी गर्दैछ मान्छेले. बरु तपाईँलाई लानै पर्ने आवश्यक छ एकदम छ भने चाहिँ केरा हेरेर मात्र लानु होला.